ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം ദിലീപിന്റെ സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 4 കോടിയോളം രൂപ കേരള ഗ്രോസ് കളക്ഷനും ലോകമെമ്പാട് നിന്നും 6 കോടിക്കടുത്ത് വേൾഡ് വൈഡ് കളക്ഷനും നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് 4-ാം ദിവസം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷ കളക്ഷൻ ഇടിവാണ് സിനിമ നേരിട്ടതെങ്കിൽ പോലും സിനിമയുടെ ആകെ 4 ദിവസത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ ദിലീപിന്റെ സമീപകാലത്തെ 2 മലയാളം സിനിമകളുടെ ഫൈനൽ കളക്ഷൻ പവി കെയർ ടേക്കർ മറികടന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ കരിയറിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ബാന്ദ്ര. ദിലീപ്, തമന്ന തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തി അന്ന് വമ്പൻ പ്രൊമോഷനോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 5 കോടിയിൽ താഴെയായിരുന്നു. ബാന്ദ്രയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു ദിലീപിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നല്ലോ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തങ്കമണി. സിനിമയും തിയേറ്ററുകളിലെ ബാന്ദ്ര പോലെ തന്നെ വൻ ദുരന്തമായ സിനിമയാണ്. ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടി 70 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോഴത്തെ ബാന്ദ്രയുടെയും തങ്കമണിയുടെയും ഫൈനൽ കളക്ഷൻ ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ 4 ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. പക്ഷേ പവി കെയർ ടേക്കർ ഇനിയും തിയേറ്ററുകളിൽ വിജയിച്ചു എന്ന് പറയാനായിട്ട് സമയമായിട്ടില്ല. മറ്റ് 2 സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് ദിലീപിന്റെ സേഫ് സോൺ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പവി കെയർ ടേക്കർ. ദിലീപ് നിർമ്മിച്ച സിനിമയെക്കുറിച്ച് ദിലീപ് വികാരധീരനാകുകയും ഒപ്പം തന്നെ തന്റെ സിനിമ വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ പ്രീ റിലീസ് പ്രൊമോഷൻ സമയത്തെല്ലാം തന്നെ പറയുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. അപ്പോൾ ദിലീപ് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമയുടെ വിജയം എന്ന കാര്യത്തിൽ സംശയമില്ല. തന്റെ 2 മുൻ സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ കൂടിയാണ് പവി കെയർ ടേക്കർ. പക്ഷേ ഒരു പ്രതീക്ഷ ഒരു കളക്ഷൻ ദിലീപ് സിനിമയ്ക്ക് ലഭ്യമാകേണ്ട ഒരു കളക്ഷൻ ഒന്നും തന്നെ ഇനിയും സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടില്ല. എന്തായാലും സിനിമ വിജയിക്കുമോ അതോടൊപ്പം തന്നെ സിനിമ തിയേറ്ററുകളിലെ നല്ല കളക്ഷനിലേക്ക് എത്തുമോ, കൂടാതെ വോയിസ് ഓഫ് സത്യനാഥനേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക്, അതായത് 20 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷനിലേക്ക് എല്ലാം തന്നെ എത്തുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ആ ലെവലിലേക്ക് എത്തപ്പെട്ടാൽ തന്നെ സിനിമ തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റായി. നമുക്ക് കാത്തിരിക്കാം പവിയുടെ കൂടുതൽ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കേട്ട്.